നമസ്കാരം. ബിഗ് ബോസ് തുടങ്ങി ബിഗ് ബോസ് പ്രമോ, ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ബിഗ് ബോസിനെ കുറിച്ച് കേൾക്കുന്നു. എങ്കിൽ എന്താണ് ബിഗ് ബോസ്? എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ആൾക്കാർ ഇതിനെ ഡിഗ്രേഡ് ചെയ്യുന്നത്? ലാലേട്ടൻ ഉള്ളത് കൊണ്ട് മാത്രമാണോ ബിഗ് ബോസ് കാണുന്നത്? എന്നിങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. ഡച്ച് റിയാലിറ്റി ഷോയായ ബിഗ് ബ്രദർ എന്നതിൻ്റെ ഇന്ത്യൻ ടെലിവിഷൻ ഗെയിം ഷോയാണിത്. ബിഗ് ബോസ് മലയാളം. ബിഗ് ബോസ് എന്ന് പറയുന്നത് അത് പല ഭാഷയിലുണ്ട്. ഈ ഷോയിൽ ഒരു ഗെയിം കളിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഹൗസിലെ കുറേ പേർ ഇൻഡിവിജ്വലായി ഗെയിം കളിക്കുന്നു. ചിലപ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും, ചിലത് പോസിറ്റീവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, അവിടെയല്ലേ പോസിറ്റീവും നെഗറ്റീവും. അതുപോലെയാണ്. വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഒരു ഹോസ്റ്റലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. പലയിടത്തുള്ളവർ ഒരുമിച്ച് കൂടുന്നതാണ് ആ ഹോസ്റ്റൽ എന്ന് പറയുന്നത്. എന്നാൽ അവർക്കൊരു ലക്ഷ്യമുണ്ട്, അവരുടെ സ്റ്റഡീസ്. അവരതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോയാണ്. എങ്ങനെയും കളിച്ച് ഒരാൾ മാത്രമേ വിജയിയാവുകയുള്ളൂ. അവരെങ്ങനെയും കളിച്ച് ആ വിജയി ആവുകയാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ ആ ഒരു ഗെയിം എന്ന രീതിക്ക് അതിനെ കണ്ടാൽ മതി. ഒരു നെഗറ്റീവ് ഉണ്ടായാൽ നമുക്കറിയാം എന്താണ് നെഗറ്റീവെന്നും പോസിറ്റീവെന്നും. അങ്ങനെ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കിക്കൂടെ നമുക്കും? ബിഗ് ബോസിൽ വരുന്ന കണ്ടസ്റ്റൻറ്റിന് അവരുടെ പങ്കാളിത്തം അനുസരിച്ച് തന്നെ പണം ലഭിക്കും. ഓരോ സെലിബ്രിറ്റീസിൻ്റെ ലെവൽ കണക്കാക്കിയായിരിക്കും പ്രതിഫലം ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണക്കാർക്കും ബിഗ് ബോസിലേക്ക് ഷോയിൽ പങ്കെടുക്കാം. ഒരു വിഭാഗം ആൾക്കാർ ലാലേട്ടൻ്റെ എപ്പിസോഡിന് വേണ്ടി മാത്രം കാണുന്നുണ്ട്. ചിലർ ഗെയിം കാണാൻ വേണ്ടി. എത്രയൊക്കെ ആയാലും എല്ലാവരും നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടായാൽ പോലും ബിഗ് ബോസ് കാണുന്നുണ്ട്. ഈ ബിഗ് ബോസ് മലയാളം ബിഗ് ബോസ് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലെ EVP ഫിലിം സിറ്റിയിലാണ്. ഇതുവരെ ബിഗ് ബോസ് 1 to 6 വരെയാണ് നടന്നിട്ടുള്ളത്. അതിൽ ബിഗ് ബോസ് 1 വിജയി എന്ന് പറയുന്നത് സാബുമോനാണ്. ബിഗ് ബോസ് 2 ആ സീസൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം അത് ആ ടൈമിലായിരുന്നു നമ്മുടെ COVID-19 ഇഷ്യൂ കാരണമായിരുന്നു അങ്ങനെ സംഭവിച്ചത്. ബിഗ് ബോസ് 3 മണിക്കുട്ടനാണ്. ബിഗ് ബോസ് 4 ദിൽഷ പ്രസന്നൻ. ബിഗ് ബോസ് 5 അഖിൽ മാരാർ. ബിഗ് ബോസ് 6 ജിൻഡോയാണ്. ഇന്ന് നമുക്ക് സീസൺ 7 കാണാം. എനിവേയ്സ്, മിക്കവാറും സൂപ്പർ ഗെയിം തന്നെ ആയിരിക്കും. കാരണം ആ പ്രമോ വന്നത് തന്നെ അങ്ങനെയാണ്. എന്തായാലും നല്ലൊരു ഗെയിം ആയിരിക്കണമെന്ന് നമുക്ക് ആഗ്രഹിച്ചിരിക്കാം.